ഹലോ. പലതന്തയ്ക്ക് മുമ്പേ ഉണ്ടായ ആൽബിയല്ലേ, പക്ഷെ ഞാനങ്ങനെ പറയത്തില്ല. നിങ്ങൾ അങ്ങനെ ഉണ്ടായാലെന്ന് എനിക്കറിയാം. അഖിൽമാരാണേ. അല്ല, നീ എന്താ ചോദിച്ചു? ആദ്യം എന്താ ചോദിച്ചു? അല്ല, പലതന്തയ്ക്ക് മുമ്പേ ഉണ്ടായ ആൽബിയല്ലേ, പക്ഷെ ഇന്ന് ഞാനങ്ങനെ പറയത്തില്ല. നാട്ടുകാരങ്ങനെ പറയുമായിരിക്കും, പക്ഷെ ഞാനങ്ങനെ പറയത്തില്ല കേട്ടോ. നീ ഭാര്യ അമ്മയെ വിറ്റ് ജീവിക്കുന്നവരെന്ന് നാട്ടുകാർ പറയും, പക്ഷെ ഞാനങ്ങനെ പറയത്തില്ല. എനിക്ക് എന്നെ പറ്റി നല്ല അഭിപ്രായമാണ്. പറഞ്ഞേ, എനിക്ക് എന്നെ പറ്റി നല്ല അഭിപ്രായമാണ്. നീ അംഗം പോലത്തെ മനുഷ്യനാ. പിന്നെ അങ്ങനെ അഭിപ്രായമൊക്കെ ഉണ്ടാ? പിന്നെ പക്ഷെ നിന്റെ നാട്ടുകാരും നിന്റെ വീട്ടുകാരൊക്കെ പറയുന്നത് നീ പലതന്തയ്ക്ക് മുമ്പേ ഉണ്ടായവനാ, നീ അമ്മയും ഭാര്യയും വിറ്റ് ജീവിക്കുന്നവനാ, അങ്ങനെയൊക്കെ പറയുന്നത് ശരിയാണോടാ? അത് എടാ നിന്നെ പറയുന്നില്ലല്ലോ. എനിക്കറിയത്തില്ല കേട്ടോ അതിനെ പറ്റി ഒന്നും. എനിക്ക് അതിനെ കുറിച്ചൊന്നും അറിയത്തില്ല. ഓഹോ. എനിക്കൊരു മൈര്യമില്ലടാ മൈരേ. നീ ആദ്യം മനസ്സിലാക്കി. ഇനി ഞാൻ നിന്നോട്ടൊരു കാര്യം പറയാം. ഞാൻ പറഞ്ഞ നീ കേട്ടോ. ഇനി ഞാൻ ലൈവിൽ എന്താ പറഞ്ഞ നീ കേട്ടോ. ഇല്ലടാ, ഞാൻ കേൾക്കാറില്ല. കാരണം എനിക്ക് ഇമാരി ആൾക്കാർ പറയുന്നത് കേൾക്കേണ്ട ആവശ്യം എനിക്കില്ല. അന്നേരം നീ വല്ലടത്ത് കിടക്കുന്ന വളിക്ക് വിളിയേക്കാൻ പറയുന്നത് കേൾക്കണം. നീ നീ എന്റെ പെമ്മക്കളെയും ഭാര്യയും അമ്മയും ചേർത്ത് നീ പറയുമ്പോ അത് കേട്ടോണ്ടിരിക്കാൻ നിന്റെ തന്താ കിടക്കും നിന്നെ കിടക്കും നട്ടലില്ലാത്തവരുന്നല്ല ഞാൻ. നീ ഇരിക്കുന്ന നിന്റെ വീട്ടിൽ വന്ന് നിന്റെ ചെവുക്കല്ല് അടിച്ചു പറിച്ചിട്ട് അതിന്റെ വീഡിയോ എടുത്ത് ഈ കൊലയാളി പോലെ ചെവുക്കല്ല് ഞാൻ അടിച്ചു പറിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ഇടുന്നവര് ഞാൻ മനസ്സിലായിട്ടത്. നീ സ്വഭാവമല്ല. നീ മിണ്ടാതില്ല, പറയുന്ന കൂടെ കേൾക്കണം. ആദ്യം നീ പറയുന്ന ആവശ്യം എനിക്ക് എന്താണ്? നീ വല്ലാണ്ട് ഒച്ച എടുക്കല്ലേ. നീ നിന്റെ വേറെ ആൾക്കാരെടുത്ത് പോയിട്ട് ഉണ്ടാക്കിയാ മതി. പലതന്തയ്ക്ക് മുമ്പേ ഉണ്ടായവനെന്ന് നാട്ടുകാർ പറയുന്നവനെ നീ ഞാൻ പറയുന്നത് കേൾക്കുന്നേ. നീ ഞാൻ പറയുന്ന വീഡിയോ ഞാൻ എവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. നീ നാട്ടുകാർ സ്വന്തമായിട്ട് അഭിപ്രായമില്ലടാ. എടാ കൊലയാളി മോനെ, ഞാൻ പറഞ്ഞു എവിടെയെങ്കിലും പെണ്ണുങ്ങൾ കിടന്നു കൊടുത്തിട്ട് കയറുന്നു. നീ കേട്ടോ? ഓൺലൈൻ അല്ല, എന്റെ ചോദ്യം ഞാൻ ചോദിച്ചു പല ആൾക്കാർ പറയുന്നത് കേട്ടിട്ടാണ് നീ ഇപ്പൊ ഇത്ര നാൾ പറഞ്ഞത്. എന്റെ ഫോണിൽ നീ വിളിച്ചിട്ട് എന്നോട് മിണ്ടാണ്ടിരിക്കാൻ പറയാം. നീ ആരടാ? നീ ഞാൻ പറയുന്നത് പൊന്നു സുഹൃത്ത്, എനിക്ക് അയച്ചാട്ട് നിന്റെ ഫോണിൽ നിന്ന് എനിക്ക് അയച്ചാട്ട്. എന്നിട്ട് നീ പറ. നീ റെക്കോർഡ് ചെയ്താന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ നിന്നെ നോർമൽ കോൾ ചെയ്തത്. എനിക്ക് റെക്കോർഡ് ചെയ്ത് എനിക്ക് എന്തിനാ നിന്നെ റെക്കോർഡ് ചെയ്ത്? നീ ആരാണ് നിന്റെ വിചാരം? നീ ആരോട് ഇന്ത്യ പ്രസിഡന്റോ? അല്ല, നീ മുമ്പ് ഈ പഠിക്കുന്ന കുറെ ഊച്ചാലി ഫാൻസുകാര് നിന്നെ പൊക്കി അടക്കുന്ന ആൾക്കാര് നിന്നെ വിളിക്കുന്നുണ്ടാവും. എനിക്ക് നീ ഒരു നിന്നെ വന്നത് നീ വായിച്ചു പൊളിക്കുന്നുണ്ടെങ്കിൽ എന്റെ അഡ്രസ് ഞാൻ പറഞ്ഞു. അതേടാ, ഞാൻ പലാന്തയ്ക്ക് ഉണ്ടായ ആളാന്ന് നീ പറഞ്ഞല്ലോ. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഞാൻ എന്റെ അഡ്രസ് അയച്ചാൽ നിനക്ക് ഒരു നട്ടലുണ്ടെങ്കിൽ നീ എന്റെ വീട്ടിലേക്ക് വാ. നീ നട്ടലുണ്ടെങ്കിൽ എന്റെ വീട്ടിലേക്ക് വാ. എന്റെ അഡ്രസ് തിരുവനന്തപുരത്ത് പേരൂർക്കട വന്നിട്ട് നീ വിളിച്ചാൽ മതി. ഞാൻ അഡ്രസ് പറഞ്ഞുതരാം. അരമണിക്കൂർ നീ എനിക്ക് ലൊക്കേഷൻ അയക്കും. നീ പേരൂർക്കട വന്ന് വിളിക്കടാ. നീ പോടാ ചെറുക്ക അവിടുന്ന്. നീ തരത്തിന് പോയി കളിക്കടാ. നീ തരത്തിന് പോയി കളി. നീ തരത്തിന് പോയി കളിക്ക്. നിനക്ക് സോഷ്യൽ മീഡിയയിൽ കുറെ ഊച്ചാളിയുണ്ട്. അവരുടെ അടുത്ത് പോയി കളി. നീ എന്റെ അടുത്ത് വരല്ലേ? പേരുകൾ പോടാ ചെറുക്ക അവിടുന്ന്. പോടാ കളി കേട്ടോ. ഞാൻ തിരുവനന്തപുരത്തുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞ അങ്ങോട്ട് വരാമെന്ന്. ഈ തിരുവനന്തപുരത്ത് തൃശ്ശൂർ എവിടെയാണ്? ആയിക്കോട്ടെ, എനിക്ക് എന്താ അങ്ങനെയാണ്. നീ വണ്ടി പോയി തരത്തിന് കളി.